നമ്മളിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു സ്വന്തക്കാരെ വീട്ടിൽ വന്നപ്പോ വെറുതെ അങ്ങോട്ടൊന്ന് കേറി. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വണ്ടിക്കാരും വന്നില്ലേ? ആഹാ, എന്താണ് രണ്ടാളും കൂടെ നടന്ന്? ആ, ഞങ്ങള് ശ്രീധരേട്ടന്റെ സ്വന്തക്കാരെ വീടുണ്ട് ഇവിടെ, അവിടെ ഒന്ന് വന്നതാ. ഇവിടെ ആരാണ് ശ്രീധരേട്ടന്റെ സ്വന്തക്കാര്? അതെ, അകന്നൊരു സ്വന്തക്കാരാ. അല്ല, ഇന്ന് ഇവിടെ ഒരാളെനക്കൊന്നും ഇല്ലേ? ഒന്നും പറയണ്ട, നേരം വെളുത്തപ്പോ മുതൽ ഈച്ചാട്ടുവാ. കച്ചവടമൊന്നും ഇല്ല. അമ്മാന്റെ കടയിൽ നിന്ന് മുടക്കായതുകൊണ്ട് വണ്ടിക്കാരും നിർത്തണില്ല. അമ്മാന്റെ മോളായിരുന്നല്ലോ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. എന്ത് പറ്റി അമ്മാന്? അമ്മാന്റെ ഒരു അളിയനുണ്ട്, പെങ്ങടെ കെട്ടിയവൻ, അവിടെ കാർ ഡ്രൈവർ പാക്കരേട്ടനെ. മൂപ്പര് ഇന്നലെ രാത്രി വണ്ടി ഇടിച്ച് ചത്തു. മരിച്ചു? ആള് കാലിയായെന്നേ. മുതലാളിയെ കൊണ്ട് എറണാകുളത്ത് പോയിട്ട് വരുന്ന വഴിയാ ഏതോ ലോറിയോ ബസ്സോ ആയിട്ട് ഇടിച്ചതാ. ആ ദുഷ്ടന്മാര് നിർത്താതെ പോയിക്കളഞ്ഞു. പാക്കരേട്ടൻ സ്പോട്ടിൽ തന്നെ പോയി. മുതലാളിക്ക് സീരിയസാ. മുതലാളിയുടെ കയ്യില് കുറേയേറെ പണം ഉണ്ടായിരുന്നു. അതിലൊരു 1.5 ലക്ഷം രൂപയും കാണാനില്ലത്രേ. ഇടിച്ച വണ്ടി ഏതാന്ന് ഒരു വിവരമില്ല. ആര് കാണാനാന്നേ? പാതിരാത്രി സമയം, അതും ജനവാസം ഇല്ലാത്ത സ്ഥലവും. പോലീസുകാർ കേസൊക്കെ എടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടാൻ? ആളിനാളും പോയി, പണത്തിന് പണവും പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. ഭാസ്കരേട്ടൻ പോയിന്ന് വെച്ച് നീ ആരോരും ഇല്ലാത്തോളാം എന്ന് വിചാരിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് തിരക്കിക്കോളാം. പിന്നെ പരമുവിന്റെ അമ്മയുടെയും വീട് അത്ര ദൂരത്തൊന്നും അല്ലല്ലോ. വീട്ടിലാണെങ്കിൽ നളിനിയുടെ കല്യാണത്തിന്റെ തിരക്കാ. എല്ലാത്തിനും ഞാൻ തന്നെ ഓടണ്ടേ. അതാ ചെറിയച്ഛനെന്ന് പോണത്. നീ ഒന്നും പറയാതിരുന്ന മനസമാധാനത്തോടെ ഞാൻ എങ്ങനെ പോകും? ചെറിയച്ഛൻ പൊയ്ക്കോളൂ. ഞങ്ങൾ അടുത്ത ആഴ്ച വരാം മോളെ. പോട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. 4:30 ഒരു ട്രെയിൻ ഉണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബസ്സിന് തൂങ്ങണം. അല്ല, പരമേട്ടനോട് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. പട്ടണ കത്തി തീർന്നില്ല. അതിനു മുമ്പേ പൊടിയും തട്ടി പോക്ക് കഴിഞ്ഞു. എല്ലാവരുടെയും കടമ കഴിഞ്ഞല്ലോ. അടുത്ത ആഴ്ച വരുമ്പോലും തിരിഞ്ഞു നോക്കില്ല നാക്കികള്. എന്റെ അമ്മനെ ഒന്ന് മിണ്ടാതിരിക്കാവോ? മിണ്ടിയാലെന്താ തലയെടുക്കൂ? അവരാ മെടുക്കന്മാര്. ഇവിടെ കടയം പൂട്ടി വന്ന് വെറ്റി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 3 ആയി. എല്ലാവരുടെ ഒപ്പം നമ്മളും പോയാൽ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർക്ക് പറഞ്ഞാ മതി. ഒരു കടയുണ്ടാക്കി വണ്ടിക്കാരുടെ കച്ചവടം പിടിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. തിരക്കാര് വണ്ടിക്കാര് വേറെ വല്ല കടയിലും ചെന്ന് കേറിയാ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എന്റെ കട പൂട്ടുന്നു. സീതയെ തനിച്ചാക്കിയിട്ട് നമ്മൾ എങ്ങനെ പോകും? എന്നാ നിങ്ങളൊരു രാമനെ തിരക്കി പിടിച്ചോണ്ട് വന്ന് കൊടുക്ക്. എനിക്ക് സീതയെ രാമനെ ഒന്നും അല്ല വലുത്, എന്റെ കച്ചവടമാ. നിങ്ങൾ വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. ഞാനും എന്റെ മോളും ഇന്ന് പോകും. ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയും കടമുടക്കുന്ന എന്തിനാ? സഞ്ചയനത്തിന്റെ നമ്മാമയൊന്ന് വന്നാ മതി. ഓണം ഞങ്ങൾ പോയാ പോരെ? ഈ വേണ്ടുന്നതും വേണ്ടാത്ത ഇവിടെ ഇരുന്ന് വിളിച്ചു പോകുന്ന എന്തിനാ? എന്താ എന്റെ തല കൊയ്യോ? എവളുടെ അമ്മ എന്നോട് കാണിച്ച പോരൊന്നും ഞാൻ മറന്നിട്ടില്ല. എവക്ക് എന്നെ കണ്ട ഒന്ന് മിണ്ടാൻ തന്നെ വലിയ വലിപ്പമായിരുന്നു. ചത്തു തലയ്ക്കും ഇത് നിൽക്കുകയാണെങ്കിലും പറയട്ടെ, നിങ്ങളുടെ അളിയൻ എന്റെ മുഖത്ത് നോക്കി വേശിയെന്ന് വിളിച്ചതാ. പക്ഷേ ഈ ആപത്തിലും ഈ വേശിയെ മോളും കെട്ടിയനിയെ ഉണ്ടായുള്ളൂ. മോലാളി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നല്ല ലെവലിലാണല്ലോ.
മനസ്സുഖം പോയി മുതലാളി. പേടിക്കാനൊന്നുമില്ലടാ. ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ആർക്കും ഒരു അറിവുമില്ല. രക്ഷപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾക്കും അറിയില്ല. ലോറിയാണോ ബസ്സാണോ എന്ന് പോലും അറിയില്ല. ഏതായാലും ചെയ്തത് ബുദ്ധിയായി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരാളെ കൊന്നിട്ട് ഒരു കുടുംബം തകർത്തിട്ട് എവിടുന്ന് രക്ഷപ്പെടാനാ? നീ വെറുതെ കണ്ട കള്ളും ചാരാൻ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ആ ചാപ്റ്റർ കഴിഞ്ഞു. ആ വണ്ടിയുടെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നാളെ മുതൽ വണ്ടി എടുക്കണം. ഞാനില്ല മുതലാളി, വേറെ ആളിനെ നോക്കൂ. ഇനി ആ വണ്ടിയുടെ വളയം ഞാൻ തൊടില്ല. എന്നെ ചതിച്ച വണ്ടിയാകും. നീ വെറുതെ വിവരക്കേട് പറയല്ലേ ശ്രീധര. മോട്ടോർ വാഹനമാകുമ്പോ ഇതൊക്കെ പതിവാ. നല്ല വിവരത്തോടെയാ പറയണേ, കള്ളു കുടിച്ചിട്ട് പറയല്ല. മോട്ടാർ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് 14 കൊല്ലായി. ആദ്യമായിട്ടാ ഇത്, ഈ ചതി. ഇനി എനിക്ക് ആ വണ്ടിയെ സ്നേഹിക്കാൻ പറ്റില്ല. മുതലാളിക്ക് വേറെ ഒന്നും തോന്നരുത്. ഞാൻ പെട്ടെന്ന് ഒരാളെ എവിടെ ചെന്നുണ്ടാക്കും? രവി ഉണ്ടല്ലോ, അവൻ വരും. നല്ല ആളാ രവി. അവന്റെ ചില ചില്ലറ അടിവലികളൊക്കെ ഞാൻ അറിയാഞ്ഞിട്ടല്ല. നിന്നെ ഓർത്ത് ഞാനതൊന്നും ചോദിക്കാറും പറയാറുമില്ല. ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയും. മോലാളിയോട് ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ അവരുടെ പെട്ടിയിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ കാണാനില്ല എന്ന് പറയുന്നത് കേട്ടു. അതാരാടാ എടുത്തത്? എന്താ നീ മിണ്ടാത്ത? എനിക്കറിയില്ല മോലാളി. എന്നാ എനിക്കറിയാം. അത് അവനെ ചെയ്യൂ. ഞാനിത് പുറത്താരോടും പറയാൻ പോണില്ല. പറഞ്ഞാൽ ഞാനും കുടുങ്ങും. ഒരു കാര്യം നീ ഓർത്താക്കൊള്ളാം. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പക്ഷേ ഇനി നീ അവനെയും കൊണ്ട് നടക്കരുത്. നടന്നാ അവൻ നിന്റെ പണ്ടത്തി കത്തികയറ്റും. അത് എപ്പോഴേ കയറ്റി. പണ്ടത്തിനല്ല, ചങ്കിനാ കയറ്റിയ. ചങ്കിന്